കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർസെൻറ്റേജിനകത്തിലെ മോഡൽ 2ഉം മോഡൽ 3ഉം നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. രണ്ട് രീതിയിൽ കണക്ക് ചെയ്യുന്നത്, ഒന്ന് ഫ്രാക്ഷനെ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാം, അതേപോലെ ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാം എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് അടുത്ത മോഡൽ 4ഉം മോഡൽ 5ഉം ഡിസ്കസ് ചെയ്യുകയാണ്. അതിനകത്ത് ഈ മോഡൽ 4 നോക്കാം നമുക്ക്. ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത്? ഇവിടെ സംഖ്യ തന്നിട്ടില്ല. സംഖ്യയുടെ 30% 120 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ആദ്യം ഇത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സംഖ്യയുടെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യയെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഇവിടെ സംഖ്യ തന്നിട്ടില്ല, അതുകൊണ്ട് സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എക്സിൻ്റെ 30% എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും? 30/100. ഇത് നമ്മൾ മോഡൽ 1നകത്ത് ഡിസ്കസ് ചെയ്തേ അല്ലേ. ഒരു സംഖ്യയുടെ ശതമാനം ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ സംഖ്യ ഇൻറ്റു ശതമാനം ഡിവൈഡഡ് ബൈ 100 അല്ലേ. ഇവിടെ എക്സിൻ്റെ 30% എന്ന് പറയുന്നത് 120 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതും: എക്സ് ഇൻറ്റു 30/100 = 120. ഓക്കെ, ഇവിടെ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സ് ഇവിടെ വെച്ചിട്ട് ഈ 30/100 നമ്മളെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 30/100 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 120 ഇൻറ്റു 30 താഴെയും പോകും, 100 മേളിലും വരും അല്ലേ. ഇവിടെ 30/100 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് 30 ഡിനോമിനേറ്റർ ആവും. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 100 അപ്പുറത്ത് പോകുമ്പോൾ ന്യൂമറേറ്ററിലും ആവും അല്ലേ. എന്നിട്ട് നോക്കിയേ, ഇവിടെ നോക്കിയേ, എക്സ് = 120 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 30. ഇത് നമ്മൾ ചെയ്യുക. 0 0 ക്യാൻസലായിപ്പോയി. 3ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 4 × 100 400 എന്ന് കിട്ടി. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടി? 400 എന്ന് കിട്ടി. ഓപ്ഷൻ ബി കിട്ടി. ഓപ്ഷൻ ബി കിട്ടി അല്ലേ. ഇനി ഇതിൻ്റെ എളുപ്പ വഴി നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു സംഖ്യയുടെ %, ഈ ക്വസ്റ്റ്യനെ നമുക്ക് മാറ്റാം. 30 എന്നുള്ളത് നമുക്ക് %, എന്നാക്കാം. 120 എന്നുള്ളത് ബി ആയിട്ട് എടുക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം, ഒരു സംഖ്യയുടെ %, ബി ആയാൽ സംഖ്യ എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ %, ബി ആയാൽ സംഖ്യ എന്ന് പറയുന്നത് സംഖ്യ = ഇക്വേഷൻ പഠിക്കുക. സംഖ്യ = ഇതേ നോക്കി നമ്മളിവിടെ എങ്ങനെ ചെയ്തേക്കുന്നത്? 120 അല്ലേ. 120 എന്ന് പറയുന്നത് ആരാണ്? ബി. അപ്പം ബി ഡിവൈഡഡ് ബൈ എ, ബി ഡിവൈഡ് ബൈ എ ഇൻറ്റു 100, ബി ഡിവൈഡ് ബൈ എ ഇൻറ്റു 100. അത് തന്നെയല്ലേ നമ്മളിത് ഇവിടെ രണ്ടാമത്തെ വരിയിലായിട്ട് നമ്മൾ കണ്ടുവച്ചേക്കുന്നത്. ബി, ഇതാണ് ബി, ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഈ ഒറ്റൊരു ഇക്വേഷൻ അങ്ങ് കാണാൻ പഠിച്ചേക്കുക. കാരണം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നമ്മുടെ സമയം കളയാതെ ഈ ഒറ്റൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. എന്താ? ഒരു സംഖ്യയുടെ %, ബി ആയാൽ സംഖ്യ എന്ന് പറയുന്നത് b/a ഇൻറ്റു 100 ആണ്. b/a ഇൻറ്റു 100 ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കി, ഒരു സംഖ്യയുടെ 20% 500 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 20% 500 ആയാൽ സംഖ്യ ഏത്? നമുക്കറിയാമല്ലോ, ഒരു സംഖ്യയുടെ %, ബി ആയാൽ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? b/a ഇൻറ്റു 100 ആണ് അല്ലേ. b/a ഇൻറ്റു 100 ആണ്. ഇക്വേഷനിലേക്കൊന്ന് ഇട്ട് കൊടുത്താലോ. ബി എന്ന് പറയുന്നത് 500 ആണ്. 500 ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് 20 ആണ് ഇൻറ്റു 100. ഓക്കെ, 20ഉം 20-നകത്തിലൊരു 0ഉം 500-നകത്തിലൊരു 0ഉം കൂടെ ക്യാൻസൽ ആവുന്നു. അടുത്ത 50 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? 25 എന്ന് കിട്ടും. 25 ഇൻറ്റു 100 2500 എന്ന് കിട്ടും. 2500, ഓപ്ഷൻ സി. മനസ്സിലായോ? അപ്പോൾ ഒരു സംഖ്യയുടെ %, ബി ആയാൽ സംഖ്യ എന്ന് പറയുന്നത് b/a ഇൻറ്റു 100 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു സംഖ്യയുടെ 25% 2000 ആയാൽ സംഖ്യ ഏത്? എന്താ നമ്മൾ ഇക്വേഷൻ എന്താ? b/a ഇൻറ്റു 100 അല്ലേ. b/a ഇൻറ്റു 100. ഇവിടെ ബി എന്ന് പറയുന്നത് ഏതാണ്? 2000. ബി എന്ന് പറയുന്നത് 2000 ആണ്. എ എന്ന് പറയുന്നത് %, 25% ഇൻറ്റു 100. ഓക്കെ ആണോ? ഇവിടെ നോക്കിയേ, 25ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 4 കിട്ടും. 2000 ഇൻറ്റു 4 8000 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. മനസ്സിലായോ? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു മോഡലിനകത്ത് നമ്മൾ പഠിച്ചു ഇക്വേഷൻ എന്താ? ഈ ഒരു മോഡലിനകത്ത് നമ്മൾ പഠിച്ചത്, ഒരു സംഖ്യയുടെ %, ബി ആയാൽ സംഖ്യ കാണാനുള്ള ഇക്വേഷൻ b/a ഇൻറ്റു 100 ആണ്. ഓക്കെ,
അടുത്ത മോഡൽ നോക്കാം. ഒരു സംഖ്യയുടെ 40% 50% തമ്മിലുള്ള വ്യത്യാസം 200 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 40% 50% തമ്മിലുള്ള വ്യത്യാസം 200 ആയാൽ സംഖ്യ ഏത്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതേ നോക്കി, ഒരു സംഖ്യയുടെ 40% 50% തമ്മിലുള്ള വ്യത്യാസം, 40% 50% തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 50 - 40 എടുക്കുക. 50 - 40, ഇവിടെ 2% തന്നിട്ടുണ്ടല്ലോ. ആ 2% തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, 10 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 50% 40% തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് തിരുത്തി എഴുതാം. ഈ 40% 50% തമ്മിലുള്ള വ്യത്യാസത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഒരു സംഖ്യയുടെ 10%, ഒരു സംഖ്യയുടെ 10% 200 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 10% 200 ആയാൽ സംഖ്യ ഏത് എന്നാക്കാം ഈ ക്വസ്റ്റ്യനെ നമുക്ക്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച മോഡൽ 4 നമ്മൾ പഠിച്ചതുപോലെ ആയല്ലോ. ഒരു സംഖ്യയുടെ A% B ആയാൽ സംഖ്യ ഏത്? അതേ ക്വസ്റ്റ്യനിലേക്ക് വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യനകത്തിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് എളുപ്പവഴി എന്താ? B/A × 100, B/A × 100. ഓക്കെ, ഇവിടെ ബി എന്ന് പറയുന്ന ആരാണ്? 200. ബി എന്ന് പറയുന്നത് 200 ആണ്. 200 / A എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 10%. A എന്ന് പറയുന്നത് 10% × 100. ആൻസർ 2000 എന്ന് കിട്ടി. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു സംഖ്യയുടെ 40% 50% തമ്മിലുള്ള വ്യത്യാസം 200 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. 40% 50% തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 50 - 40, 10%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് മാറ്റി ഇങ്ങനെ എഴുതുന്നു. ഒരു സംഖ്യയുടെ 10% 200 ആയാൽ സംഖ്യ ഏത്? ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച മോഡലാണ്. എന്താ? ഒരു സംഖ്യയുടെ A% B ആയാൽ സംഖ്യ എന്ന് പറയുന്നത് B/A × 100 ആണ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സംഖ്യ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 30% 40% തമ്മിലുള്ള വ്യത്യാസം 250 ആയാൽ, 250 ആയാൽ സംഖ്യ ഏത്? എന്താ? 30% 40% തമ്മിലുള്ള വ്യത്യാസം എത്ര? 30% 40% തമ്മിലുള്ള വ്യത്യാസം 40 - 30 എത്ര കിട്ടും? 10%. ഈ ക്വസ്റ്റ്യനെ നമ്മൾ മാറ്റി എഴുതുന്നു. ഒരു സംഖ്യയുടെ 10% 250 ആയാൽ സംഖ്യ ഏത്? എന്താ? B/A × 100, B/A × 100. B എന്ന് പറയുന്നത് 250, A എന്ന് പറയുന്ന ശതമാനം 10% × 100. ക്യാൻസൽ ചെയ്യുന്നു. 25 × 100 2500. ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? ഒരു കണക്കും കൂടെ ചെയ്തു നോക്കാം. നോക്കി, ഒരു സംഖ്യയുടെ 70% 90% തമ്മിലുള്ള വ്യത്യാസം 400 ആയാൽ സംഖ്യ ഏത്? നോക്കി, 70% 90% തമ്മിലുള്ള വ്യത്യാസം, 70ഉം 90ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 90 - 70 = 20% അല്ലേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി എഴുതുന്നു. ഒരു സംഖ്യയുടെ 20% 400 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 20% 400 ആയാൽ സംഖ്യ എന്ന് പറയുന്നത് B/A × 100 ആണ്. B/A × 100 ആണ് അല്ലേ. ഇവിടുത്തെ B എന്ന് പറയുന്നത് 400 ആണ്, A എന്ന് പറയുന്നത് 20 ആണ് × 100. ഓക്കെ ആണോ? 0 0 ക്യാൻസൽ ചെയ്തു. 40 / 20 നമുക്ക് ആൻസർ കിട്ടും 20 എന്ന് കിട്ടും. 20 × 100 = 2000. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 മോഡലാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ മോഡൽ എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ A% B ആയാൽ സംഖ്യ എന്ന് പറയുന്നത് B/A × 100 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ 4ാമത്തെ മോഡലായിട്ട് നമ്മൾ പഠിച്ചത്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു? ഒരു സംഖ്യ 2% തരും അല്ലേ, അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് B ആയാൽ സംഖ്യ ഏതെന്നും പറഞ്ഞാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് മോഡൽ 4 പറഞ്ഞ പോലെ ഒരു സംഖ്യയുടെ A% B എന്നുള്ള രീതിയിലേക്ക് ക്വസ്റ്റ്യനെ മാറ്റിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ?